ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു ചെറിയ നെക്സ്റ്റ് വീക്ക് പ്രമേയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് ഹൈപ്പ് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു പിറന്നാൾ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പൊ ചന്ദ്രയുടെ പിറന്നാളൊക്കെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിനിടയിലാണല്ലോ മീര വന്നത്. അപ്പൊ മീര വന്നു, ആ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുത്തു. അതൊക്കെ ചന്ദ്ര പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അവളുടെ ഒരു കോപ്പും വേണ്ട, ഒരു പിണ്ണാക്കും വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷെ ആ ഒരു ഗിഫ്റ്റ് മേടിക്കും നമ്മുടെ ചന്ദ്ര മേടിച്ചിട്ട് ആ ഗിഫ്റ്റ് സ്വർണ്ണമാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രയ്ക്ക് സ്വർണത്തിനോടൊക്കെ ആക്രാന്തമാണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വർണം മേടിക്കും, സ്വർണം മേടിച്ച് കയ്യിൽ പിടിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രുതിയോട് സ്നേഹം തോന്നും എന്നൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് നമ്മുടെ ശ്രുതി സ്വർണം എന്നല്ല, ഇനിയിപ്പം സ്വർണം കൊണ്ട് പുളിച്ചേരി വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് വേണ്ടെന്നാണ് ചന്ദ്ര പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ ഒരു ഗിഫ്റ്റ് മാറ്റിയൊക്കെ വെച്ചു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ മക്കളിൽ ആരെങ്കിലും അമ്മയ്ക്ക് സ്വർണത്തിന്റെ സമ്മാനം തന്നോ? ഇല്ലല്ലോ. എന്നിട്ടും എന്റെ ഭാര്യയല്ലേ അമ്മയ്ക്ക് സ്വർണത്തിന്റെ സമ്മാനം തന്നത്. അവക്ക് അമ്മയോട് ഭയങ്കര സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ സ്വർണത്തിന്റെ സമ്മാനം അമ്മയ്ക്ക് തന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, നീ മിണ്ടാതിരുന്നോളെ, നീ നിന്റെ ഭാര്യയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൊന്നും വേണ്ട. അയ്യോ, അവള് നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ, എനിക്ക് കലി വരും. അവളിനി പറഞ്ഞല്ലോ, അവള് സ്വർണം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാലും അവള് ഞാൻ ഈ വീട്ടിനകത്ത് കയറ്റത്തില്ല. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞാൻ ഈ വീട്ടിനകത്ത് കയറ്റത്തില്ല എന്ന് തന്നെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു. ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രനും സച്ചിയൊക്കെ പറഞ്ഞു, അതെ, ഇപ്പൊ നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുമല്ലേ, പിറന്നാൾ ആഘോഷത്തിനിടയിൽ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു ഇത്, അപ്പൊ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പിറന്നാൾ ആഘോഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കും സച്ചിക്കും അതുപോലെ നമ്മുടെ ശ്രീകാന്തിനും ഒക്കെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സച്ചിക്ക് വായിൽ കേക്ക് വെച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതിശയമുള്ള കാര്യമാണല്ലോ. ചന്ദ്രയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടില്ല സച്ചിയുടെ രേവതിക്ക് സഹിതം വായിക്കകത്ത് കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്കും സച്ചിക്കും ഒക്കെ സന്തോഷമായിട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ വർഷയും പറയുന്നുണ്ട്, ഏതായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല, സച്ചേട്ടന് രേവതി ചേച്ചിക്കും വായിൽ വെച്ച് കേക്കൊക്കെ കൊടുക്കുന്ന ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അത് മുറിച്ച് മാറ്റി കളയാനൊന്നും പറ്റത്തില്ലല്ലോ വർഷ. സച്ചേട്ടൻ അമ്മേനെ പണ്ട് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇവർക്കിടയിൽ കുറെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അമ്മയ്ക്കാണെങ്കിലും കുറെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോ എന്ത് തെറ്റിദ്ധാരണ, അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നെയും ഒരു പരിധിയിൽ കവിഞ്ഞ് ഇഷ്ടമല്ലല്ലോ, ഏറ്റവും കൂടുതൽ ഇഷ്ടം സുധിയേട്ടനെ തന്നെയല്ലേ. അപ്പം അമ്മ അങ്ങനെയാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും രേവതി ചേച്ചിയുടെ പ്രാർത്ഥന ആയിരിക്കാം. രേവതി ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കത്തില്ലല്ലോ. സച്ചേട്ടന്റെ വിഷമം രേവതി ചേച്ചിയാണല്ലോ കൂടുതൽ കാണുന്നത് എന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ സച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ ഏതായാലും പിറന്നാൾ പാർട്ടിയല്ലേ, അപ്പൊ ഒന്ന് പിറന്നാളാണല്ലോ, അപ്പം പാർട്ടി നടത്തേക്കാന്ന് പറഞ്ഞ് ഇവന്മാര് 3 പേരും കൂടെ കുപ്പിയൊക്കെ എടുത്തു. നമ്മുടെ സച്ചിയും സുധിയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടെ കുപ്പിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് നല്ലോലെ അടിച്ച് ഫിറ്റ് ആകുകയാണ് കേട്ടോ. അപ്പൊ അടിച്ച് ഫിറ്റായി ഇവര് ഭയങ്കര ഫിറ്റായി പോയി. നമ്മുടെ സച്ചി ആണെങ്കിൽ ഇന്ന് കൂടുതൽ ഭയങ്കര സന്തോഷമല്ലേ സച്ചിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലാത്ത സന്തോഷം. അപ്പൊ സച്ചി എന്ത് ചെയ്തു, കൂടുതൽ ഓവറായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പെരമ്പാൻ അങ്ങ് തുടങ്ങി കേട്ടോ. ഏതായാലും ശ്രീകാന്ത് ഒരു ലിമിറ്റ് വെച്ചേ കുടിച്ചിട്ടുള്ളൂ. കാരണം ശ്രീകാന്തിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശ്രീകാന്തിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാല് ശ്രീകാന്ത് ഒരു അപ്പനാകാൻ പോകുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ഒത്തിരി കുടിക്കുന്നില്ല, ഒന്നാതേ എനിക്ക് അവള് സമാധാനം തരുന്നില്ല, ഒന്നാതേ എനിക്ക് അവള് ഒരു തരത്തിൽ ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം ഇനിയിപ്പോ ഈ കുടിക്കുന്ന വിവരം കൂടെ അറിഞ്ഞിട്ട് വേണം അവക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക ഇത് എങ്ങനെയും അബോട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പൊ വെറുതെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഒത്തിരി കുടിച്ചില്ല. സുധിയും കുറെ കണ്ടമാനവും കുടിച്ചോട്ടെ. എന്റെ പെണ്ണുമ്പുള്ള കണ്ടില്ലേ, എന്റെ പെണ്ണുമ്പുള്ള മാല കൊണ്ട് കൊടുത്തത് കണ്ടില്ലേ, അവക്ക് മാത്രമേ എന്റെ അമ്മയോട് സ്നേഹമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും പിറക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ ആദ്യമായിട്ട് എന്റെ അമ്മ ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത്, ആദ്യമായിട്ട് എനിക്ക് എൻ്റെ അമ്മ സ്നേഹം തരുന്നത്. നിങ്ങൾക്ക് അറിയാമോ, കുഞ്ഞിലെ മുതൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാനായിട്ട്. ഇതിപ്പോ ആദ്യമായിട്ടാ എനിക്ക് എൻ്റെ അമ്മ സ്നേഹം തരുന്നതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും എണ്ണിപ്പറക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ എണ്ണിപ്പറക്കിയൊക്കെ ഇരിക്കുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര താഴെ അങ്ങനെ ഇരിക്കുക തന്നെ. ഇവര് ടെറസിന്റെ മണ്ടയിലായിരുന്നു കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നത്.
അപ്പം ചന്ദ്ര താഴെ ഇരിക്കും. അപ്പൊ കള്ളകുടിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ചന്ദ്രയല്ല സോറി, സച്ചി പതുക്കെ ഇറങ്ങി വന്നു. സച്ചി പതുക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചന്ദ്ര അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചന്ദ്രനെ കണ്ടതും ഇമോഷണൽ കുറച്ച് കൂടിപ്പോയി. ഇമോഷണൽ അങ്ങ് കൂടിപ്പോയിട്ട് ചന്ദ്രയുടെ മടിയിലൊക്കെ അങ്ങ് ചെന്ന് കിടക്കുക. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രയ്ക്കും എന്തോ ഒരു ചെറിയൊരു മനസ്സലിവൊക്കെ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ മടിയിൽ അങ്ങ് ചെന്ന് കിടന്നു കഴിഞ്ഞപ്പോ അമ്മേന്ന് വിളിച്ചോണ്ട് അങ്ങ് ചെന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും എന്തൊക്കെ പറഞ്ഞാലും അമ്മയാണല്ലോ. അപ്പം ചന്ദ്ര പതുക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സച്ചിയുടെ തല ഇങ്ങനെ തലോടിയൊക്കെ കൊടുക്കുക. പക്ഷെ ചന്ദ്രയ്ക്ക്, ഞാൻ നേരത്തെ ഈ ഒരു സീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയാണോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് ചെറിയൊരു ഇത് തോന്നുകയാണ്, ഒരു സോഫ്റ്റ് കോർണർ പോലെ തോന്നുകയാണ് നമ്മുടെ സച്ചിയോട്. അങ്ങനെ സച്ചി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തലയൊക്കെ തിരുമ്മി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര എന്ത് ചെയ്തു, ചന്ദ്ര ആരും കാണാതെ അറിയാതെ ഇങ്ങനെ തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും രേവതി ഈ ഒരു സമയത്ത് രേവതി പതുക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്നു നമ്മുടെ സച്ചി ചന്ദ്രയുടെ മടിയില്. രേവതിക്കും സത്യം പറഞ്ഞാല് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയ്ക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ. അപ്പൊ നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു, ആ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാണ് കേട്ടോ. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അപ്പൊ പെട്ടെന്ന് ചന്ദ്ര രേവതിനെ കണ്ടത്, നീ മാറ, ഇവൻ എന്നെ ഈ കാണിക്കുന്ന, ഇവൻ കുടിച്ചിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, ഇവൻ എന്നെ ഈ കാണിക്കുന്ന, മാറാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ അങ്ങോട്ട് തള്ളി മാറ്റാൻ നോക്കും. അത്രയും നേരം സ്നേഹിച്ച് തലോടിക്കൊണ്ടിരുന്ന നമ്മുടെ സച്ചിനെ രേവതി കണ്ടപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് മാറ്റിവിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതുക്കെ വന്നു, സച്ചേട്ട എന്താ സച്ചേട്ട ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, എന്റെ അമ്മ എന്നെ ആദ്യമായിട്ട് സ്നേഹിച്ച ദിവസമല്ലേ, ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കത്തില്ല രേവതി, അത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ അമ്മയുടെ സ്നേഹം, ആ സ്നേഹം എനിക്ക് കിട്ടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ തോളിലേക്കായി. രേവതി പറഞ്ഞ്, സച്ചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ, ഇന്ന് കുടിച്ചില്ല പിന്നെ എന്നാടി ഞാൻ കുടിക്കേണ്ടത്, ഇന്ന് എന്റെ അമ്മ എന്നെ ആദ്യമായിട്ട് സ്നേഹിച്ച ദിവസമല്ലേ, എന്റെ അമ്മ ആദ്യമായിട്ട് എന്നെ മടിയിൽ കിടത്തിയ ദിവസമല്ലേ, അപ്പൊ ഇന്നല്ലാതെ പിന്നെ ഞാൻ എന്നാ കുടിക്കേണ്ടത്, ഇനിയും ഞാൻ കുടിക്കും, ഇന്ന് എനിക്ക് കുടിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങ് എന്തൊക്കെയോ പിച്ചും പേയും ഒക്കെ പറയാം. അതിനിടയിൽ രവീന്ദ്രൻ വന്നിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ചന്ദ്രൻ ഇതേ പൊന്നാരമോൻ കുടിച്ചിട്ട് കൂത്താടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്താ സച്ചി എന്ന് ചോദിച്ചപ്പം, അച്ഛ എന്റെ സന്തോഷം കൊണ്ട് കുടിച്ചത് അച്ഛ, ഞാൻ ഇന്നല്ലാതെ പിന്നെ എന്നാ കുടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്ത് സന്തോഷം കൊണ്ട്, എന്റെ അമ്മ എന്നെ ആദ്യമായിട്ട് മോനായിട്ട് അംഗീകരിച്ച ദിവസമല്ലേ ഇന്ന്, അതെനിക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് കുടിച്ചതിൽ എന്നെ ഒന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, രേവതി അവനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അകത്തേക്ക് പോയി. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോട്, ഏതായാലും ചന്ദ്രേ, നീ സത്യം പറഞ്ഞാൽ ഇന്ന് അവന്റെ അമ്മയായത്, അതുകൊണ്ട് അവന് നല്ല സങ്കടം ഉള്ളത് കൊണ്ട് അവൻ കുടിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ പിന്നെ അവൻ കുടിക്കാതിരിക്കുമല്ലേ, അവൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കല്ലേ രവിയായിട്ട് അവൻ കുടിക്കാന്ന് പറയുമ്പോൾ, അല്ല നിനക്ക് തോന്നുന്നില്ലേ, അല്ല നിന്റെ കണ്ണുകളിൽ നിന്ന് തിളക്കം ഞാൻ കണ്ടായിരുന്നല്ലോ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്ക് അവനോട് മനസ്സിൽ സ്നേഹമുണ്ടെന്നും ഒക്കെ എനിക്കറിയാം ചന്ദ്രേ, നീ പിന്നെ എന്തിനാ ചന്ദ്ര ഇതുപോലെ കിടന്ന് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ല ചന്ദ്രൻ, നിനക്ക് നിന്റെ മനസ്സിൽ ഇപ്പോഴും സച്ചിയോട് സ്നേഹമുണ്ട്, എത്രയൊക്കെ തൂത്തു മായ്ച്ച് കളയാൻ ശ്രമിച്ചാലും നീ ആദ്യം പ്രസവിച്ചവൻ അല്ലേടി സച്ചി, നിന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചതും നമ്മള് ആദ്യം അച്ഛനും അമ്മയും ആയതൊക്കെ ഇവൻ കാരണമല്ലേ, ഇവന്റെ ആ കുഞ്ഞി പുഞ്ചിരി കണ്ടപ്പോഴല്ലേ നിന്റെ ആ പ്രസവവേദനയുടെ ആ ഒരു ഇത് നിനക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രവിയേട്ടൻ പോയി കിടക്കാൻ നോക്ക്, ശരിയാണ് അവനെന്റെ മോനൊക്കെയാ ശരിയാ, പക്ഷെ ഇങ്ങനെ കുടിച്ചു കൂത്താടി നടക്കുന്ന അവനെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നത്, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും അവൻ വീണ്ടും കുടിച്ചു കൂത്താടാൻ തുടങ്ങി, മാത്രമല്ല അവള് ഒറ്റ ഒരുത്തി ഇതിന് കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്തിനാ രേവതിനെ ഇപ്പൊ നീ കുറ്റം പറയുന്നത്, കുറച്ചു നേരം വരെ നിനക്ക് രേവതി നല്ലവളായിരുന്നല്ലോ, നിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്ക് രേവതി ചീത്തയായില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്റെ പൊന്നി രവിയേട്ടനൊന്നും മിണ്ടാതെ ഇരിക്കുക, പിറന്നാളൊക്കെ ആഘോഷിച്ചു ശരിയാ, അതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നിനക്ക് ശ്രുതിനെ കുറിച്ച് നീ എന്തെങ്കിലും പറയാനുണ്ടോ, അവളെ കുറിച്ച് ഞാനിപ്പോ എന്ത് പറയാനാ, അവള് കുറെ സ്വർണം കൊണ്ടുവന്നെന്ന് ഓർത്തോണ്ടൊന്നും എന്റെ മനസ്സലിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ, ചന്ദ്രൻ നീ ഇപ്പോഴാ ചന്ദ്രയായത്, ശരിയാണ് അവള് സ്വർണം കൊണ്ടുവന്നത് കൊണ്ട് നിന്റെ മനസ്സലിയേണ്ട ആവശ്യമില്ല, പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇവിടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്ന സമയത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകൻ സുധിയുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നോ, സോറി കേട്ടോ ഇതിനിടയിൽ എനിക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ സച്ചി അല്ലായിരുന്നല്ലോ അല്ലെ മൂത്ത ചെറുക്കൻ, മൂത്തത് സുധി ആയിരുന്നല്ലോ അല്ലെ, സോറി കേട്ടോ, അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഡയലോഗ് ഇല്ലായിരിക്കാം, സോറി കേട്ടോ. അപ്പൊ നമ്മുടെ സുധിയാണ് മൂത്തത്, ഞാൻ പെട്ടെന്ന് നമ്മുടെ സച്ചി ആണല്ലോ മൂത്തത് ഓർത്തു പോയി, സച്ചി നടുക്കത്തെ പുത്രനാണല്ലോ അല്ലെ, അപ്പൊ സോറി എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ, എനിക്ക് തെറ്റുപറ്റിയതാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സുധിയുടെ കാര്യം ഇങ്ങനെ പറയാണ്, നീ സ്വർണമോ പണമോ ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും നീ ഒരു കാര്യം ഓർക്കണം ചന്ദ്രൻ, ഇന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞ ഈ ഒരു സമയത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ
മൂത്ത മകന്റെ മൂത്ത സന്തോഷം ഉണ്ടായിരുന്നോ? അവന് സങ്കടപ്പെട്ട് ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് അറിയില്ലേ ചന്ദ്രേ? അതിന് ഒരു കാരണക്കാരി നീയാണ്. അവൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും പൊറുക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സ് അവനുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനു തടയുന്നു? നീ തടയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ദേ രവിയേട്ടാ, ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ രവിയേട്ടാ. അതുകൊണ്ട് ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ചന്ദ്ര. അപ്പം ചന്ദ്രയോട് പറഞ്ഞു, ദേ നിന്റെ പിറന്നാള് ദിവസമല്ലേടി ഇന്ന്, ഇനിയിപ്പം എന്തൊക്കെ പറഞ്ഞാലും അവള് നിനക്ക് ഗിഫ്റ്റ് തന്നില്ലേ? ആ പിറന്നാള് ദിവസം ഓർത്തിരുന്നിട്ട് അവള് നിനക്ക് ഗിഫ്റ്റ് തന്നു വിട്ടില്ലേ? അതൊക്കെ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. രണ്ടുപേരെ നമുക്ക് തെറ്റിച്ച് വിടാൻ എളുപ്പമാണ്, പക്ഷെ രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അത് നീ മനസ്സിലാക്കിക്കോ ചന്ദ്ര എന്നൊക്കെ പറയാണ്. അപ്പൊ ഏതായാലും ചന്ദ്ര ഇങ്ങനെ ചിന്ത വരുന്നുണ്ട് ചന്ദ്രയുടെ ഇതിലും ഈ ഒരു സമയത്ത് പിന്നെ ഇതിനിടയിൽ നമ്മുടെ മീരനെ കാണിക്കുന്നുണ്ട്. മീരയും ശ്രുതിയും ഒരു സംഭാഷണം, അതൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല കേട്ടോ. അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഉറപ്പായിട്ടും എന്നെ ഒരു ദിവസം വിളിക്കും, ഈ ചന്ദ്ര വിളിക്കാതിരിക്കത്തില്ല. ആന്റിയുടെ സ്വഭാവം എനിക്കറിയാലോ. ഇപ്പൊ എറിഞ്ഞു കളഞ്ഞു എങ്കിലും ആ മാലയ്ക്കൊരു വില ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകും, അന്ന് എന്നെ വിളിച്ചിരിക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ പറയുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാവർക്കും നിന്നെ അങ്ങോട്ടേക്ക് കയറ്റണമെന്നുണ്ട്, ചന്ദ്ര ആന്റി കാരണം മാത്രം അടി നിനക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഭാമ വരുന്നതും ഭാമയോട് കാര്യങ്ങളൊക്കെ പറയുന്നതും ഭാമയോട് സ്വർണ്ണമാല എനിക്ക് ശ്രുതി കൊടുത്തു വിട്ടു എന്ന് പറയുന്നതും ഭാമ ശ്രുതിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നതും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സീനും പറയുന്നില്ല, കാരണം ഇന്നലത്തെ വിശേഷത്തിൽ അതൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അത്യാവശ്യം കുറച്ച് പേര് കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ദേവുവിന്റെ വിഷയം, നമ്മുടെ ദേവു ആണെങ്കിൽ അരുണിനെ കെട്ടത്തുള്ളൂ എന്നും പറഞ്ഞു ഒറ്റ കാലിൽ നിന്ന് തപസ് ചെയ്യാണ് നമ്മുടെ ദേവു. അപ്പം ദേവുവിന്റെ അടുത്ത് അരുൺ പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നീ എന്റെ കൂടെ ഇറങ്ങി വരിക, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നമ്മൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ചവരാണ്. അപ്പൊ ഒന്നെങ്കിൽ നീ എന്റെ കൂടെ വരിക, നിന്റെ സച്ചേട്ടന്റെ ആ ഒരു ഇതിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ദേവു നമ്മുടെ സച്ചിയെ കുറിച്ച് പറയുന്നുണ്ട്, നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്റെ ഏട്ടന്റെ സ്ഥാനത്ത് തന്നെയാണ് സച്ചേട്ടൻ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. അതുപോലെ തന്നെ നിങ്ങളെയും എനിക്ക് കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല, കാരണം നിങ്ങളെയും എനിക്ക് അറിയാം. സച്ചേട്ടൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ടുപേരും പഞ്ചപാവങ്ങളാണ്, പക്ഷെ രണ്ടുപേർക്കും പരസ്പരം അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും വാശി തന്നെയാണല്ലോ വലുത്. ഏതായാലും ഈ വാശി എവിടം വരെ പോകുന്ന അറിയട്ടെ അരുണേട്ട, ഞാനിവിടെ ഉണ്ടാകും. ഒന്നെങ്കിൽ അരുണേട്ടന്റെ വാശി അവസാനിപ്പിച്ച് സച്ചേട്ടനോട് ചെന്ന് കണ്ട് മിണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ സച്ചേട്ടന്റെ വാശി അവസാനിപ്പിക്കുക. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നിന്ന് ഇപ്പം ഞാനല്ലേ ഇല്ലാണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവ് കുറെ പറയുന്നുണ്ട് അരുണിനോട്. അതുപോലെ തന്നെ അരുണിന്റെ അമ്മ നമ്മുടെ സച്ചിനെ കണ്ട് സംസാരിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും സച്ചിയുടെ മനസ്സ് അലിയുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.